5-ാം ദിവസം ട്രെയിനിപ്പോഴും ഡൽഹിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ പഞ്ചാബ് അമൃത്സറിൽ നിന്ന് കയറിയത്. മുസഫർ നഗറിലെത്തി, UP-യിലെ മുസഫർ നഗർ. ഇന്ന് ഡൽഹി ഹസ്രത്ത് നിസാമുദ്ദീൻ, കുത്തുബ് മിനാറുണ്ട്, ജാമിയ മസ്ജിദുണ്ട്, പിന്നെ ഹുമയൂൺ ടോംബ്, അങ്ങനത്തെ കുറേ ഫിറോസ് ഷാ കോട്ട്ല, പിന്നെ റെഡ് ഫോർട്ട്, അങ്ങനത്തെ കുറേ സ്ഥലങ്ങളിലൊക്കെ പോകുന്നുണ്ട്. അതുപോലെ ഹസ്രത്ത് നിസാമുദ്ദീൻ ദർഗ, പിന്നെ ഇവിടെയെല്ലാം പോയിട്ട് എന്താക്കുന്നത്, രാത്രി 8 മണി 8:30 ആഗ്രയിലേക്ക് പോകും. ആഗ്രയിൽ സ്റ്റേ അന്നത്തെ പ്ലാൻ. ഓക്കെ, ചൂട് തുടങ്ങിയിട്ടുണ്ട്, നോർത്തിൽ ചൂട് തുടങ്ങിയിട്ട്. ഇപ്പോൾ തണുപ്പ്, നല്ല തണുപ്പ്. നമ്മുടെ കേരളത്തിലേക്കാളും ബോഗിയിൽ ആൾക്കാർ കയറി. നമ്മൾ 11 കാലോട് നിസാമുദ്ദീനിൽ സ്ഥലങ്ങളിലേക്ക് പോകണം. ബസ്സുണ്ട്. 8 മണിക്കാണ് ആഗ്രയിലേക്കുള്ള യാത്ര. നോക്കണം. നിസാമുദ്ദീൻ ദർഗയിലേക്ക് പോകുന്നത്. आ गया बब्बर दवाई लेके आओ. वही दो भाई तुमको बंद करवा दो यार. ഉച്ചക്കാണ് എത്തിയത്. വൈകുന്നേരം നല്ല കപാലി കാര്യങ്ങളുണ്ടായിരുന്നു. തിരക്കുണ്ട്. ഹസ്രത്ത് നിസാമുദ്ദീൻ ഔലിയ ദർഗാൻ്റെ ഉള്ളിലുണ്ടല്ലേ. സ്കെച്ച് സിയാറത്ത് ചെയ്ത് ഇവിടെ ഒരു മാർഗത്തിനുള്ളൊരു വെള്ളമുണ്ട്. ആ വെള്ളവും കുടിച്ച് മ്യൂസിയട്ടാ. ഇന്ദിരാഗാന്ധിയാണ് ഇന്ത്യൻ്റെ പ്രധാനമന്ത്രി. ഇന്ത്യ പ്രധാനമന്ത്രി. അതാണ് ഇന്ദിരാഗാന്ധി മ്യൂസിയം. നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനായ ഡൽഹിയിലെ ജുമാ മസ്ജിദ്. മിന്നു കയറിക്ക, വായിൽ കയറില്ല. പള്ളി എന്താണ് ഇങ്ങോട്ട് വെക്ക്, ഇങ്ങോട്ട് വെക്കടാ. ഇവിടുന്ന് അൽഹംദുലില്ലാ ഞങ്ങൾക്ക് ഷേറെ മുബാർക്ക് കാണാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ വേറെയും ആസാറുകൾ. തങ്ങൾക്ക് സർപ്പത്തിന്റെ കുത്തേൽക്കുന്ന സമയത്ത് അപ്പോൾ നമ്മൾ 5-ാം ദിവസമാണിത്. 5-ാം ദിവസം നമ്മൾ ഡൽഹി പോരാട്ടത്തിനോട് ഇത് ഓർമ്മകൾ നിറയുന്ന ഡൽഹി പോരാട്ടത്തിനോട് നമ്മളെന്താക്കി ഇപ്പോൾ മധുര ജംഗ്ഷനിൽ അടുത്ത ആഗ്രയിലേക്ക് പോവാണ്. 5-ാം ദിവസം വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. ഒരുപാട് ഓർമ്മകളാണ്. ഈ യാത്രേന്റെ പ്രത്യേകത എന്ന് പറയുന്നത് എഴുതിയാലോ പറഞ്ഞാലോ അത് അനുഭവിച്ച് തന്നെ അറിയണം. ഓരോ യാത്രക്കും പല പല അനുഭവങ്ങളാണ്. അങ്ങനത്തെ അനുഭവങ്ങളാണ്. ഇത് മധുര ജംഗ്ഷൻ സ്റ്റേഷൻ്റെ പിന്നെ നമ്മൾ അത് പിന്നെ പറയാം. ഏതായാലും കൂടുതൽ വീഡിയോസ് വരും. ഒരു ഫോട്ടോ എടുക്കും. 11 മണി അല്ല 10:30 നമ്മൾ ആഗ്ര സ്റ്റേഷനിൽ
ഇപ്പൊ റൂമിലേക്കാണ് പോകുന്നത്. पानी 5 रुपये लीटर और 70 का